was nice to be outside with all of you, playing. നിങ്ങളോട് ഒത്ത് കളിക്കാൻ ഉള്ള സമയമൊക്കെ നല്ലതായിരുന്നു. And as we said before we left, Jesus is there too if you ask him to come. നാം പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ, നാം കർത്താവിനോട് വരുവാൻ പറയുവാണെങ്കിൽ കർത്താവും അവിടെ ഉണ്ടായിരിക്കുമെന്ന്. Our theme for this conference is being ready for the second coming of Jesus. നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ വിഷയം യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുക എന്നതാണല്ലോ. And we read I want to begin by showing you a verse in 2 Corinthians chapter 11. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം കാണിച്ചുകൊണ്ട് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Verse 4, 2 Corinthians 11 verse 4. 2 കൊരിന്ത്യർ 11-ന്റെ 4-ാം വാക്യം. If someone comes and preaches another Jesus whom we have not preached. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. So the Bible shows us that there are other Jesuses. ബൈബിൾ കാണിക്കുന്നുണ്ട് മറ്റ് യേശു ഉണ്ട് എന്നുള്ളത്. And it's good to wait for the second coming of Jesus. യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് നല്ലതാണ്. But we must be sure that we are waiting for the true Jesus, not one of these other Jesuses that exist. എന്നാൽ നാം യഥാർത്ഥ യേശുവിനെ കാത്തിരിക്കുകയാണ് നാം ഉറപ്പുവരുത്തണം. ഈ മറ്റ് യേശുവിനെ മറ്റൊരു യേശുമാരെ പോലെ അവരെ അല്ല എന്ന് ഉറപ്പുവരുത്തണം. And I believe that when Jesus comes, there will be some who don't recognize him. ഞാൻ വിശ്വസിക്കുന്നുണ്ട് യേശു വരുമ്പോൾ ചിലരൊക്കെ അവനെ തിരിച്ചറിയാതെ ഇരിക്കും എന്ന്. The time to recognize Jesus is now while we're here on this earth. യേശുവിനെ തിരിച്ചറിയാനുള്ള സമയം ഇപ്പോഴാണ്, നാം ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത്. And if during this earth I didn't learn to recognize the true Jesus, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യഥാർത്ഥ യേശുവിനെ തിരിച്ചറിയാൻ നാം പഠിക്കുന്നില്ലെങ്കിൽ, then when Jesus comes, he's a stranger to me. എന്നാൽ അങ്ങനെയെങ്കിൽ യേശു വരുമ്പോൾ എന്നെ സംബന്ധിച്ചും യേശു ഒരു അപരിചിതനായിരിക്കും. Some of you I have met before. നിങ്ങൾ ചിലരെയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. Some of you I met for the first time. മറ്റു ചിലരെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. If I met you before, I said, hello, good to see you again. നിങ്ങളെ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഹലോ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ടെന്ന്. If I met you for the first time, I said, hello brother, hello sister, what's your name? ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഹലോ സഹോദര സഹോദരി, നിങ്ങളുടെ പേരെന്താണ്? What will it be like when you see Jesus? യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? Will you see, oh, who are you? ഓ, ആരാണ് നിങ്ങൾ എന്നായിരിക്കുമോ? I've never seen you before. നേരത്തെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. And he'll come, second coming. യേശുവിൻ്റെ രണ്ടാം വരവിൽ വരും. And I think, oh, somebody else. He's not Jesus. അത് മറ്റാരെങ്കിലും ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, യേശു അല്ല എന്ന്. Dear brothers, dear sisters, dear children, do you think that could actually happen to you? പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? There were people 2000 years ago who studied the scriptures carefully, waiting for the coming of Christ. 2000 വർഷങ്ങൾക്ക് മുമ്പേ വളരെ ശ്രദ്ധിച്ച് ഈ ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്. They had Bible studies, prayer meetings, conferences. They went traveled far for conferences. അവർക്ക് ബൈബിൾ സ്റ്റഡികളും പ്രാർത്ഥനാ യോഗങ്ങളും കോൺഫറൻസുകളും ദൂരെ യാത്ര ചെയ്തൊക്കെ അവർ കോൺഫറൻസുകൾക്ക് പോയിരുന്നു. And then they were waiting for the Christ. എന്നിട്ട് അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. And then the Christ came. അതിനുശേഷം ക്രിസ്തു വന്നു. They didn't recognize him. എന്നാൽ അവർ തിരിച്ചറിഞ്ഞില്ല. And we must make sure
that when the Christ comes, we would recognize him. നാം ഓർത്തിരിക്കണം, ക്രിസ്തു വരുമ്പോൾ നാം അത് തിരിച്ചറിയുമെന്നുള്ളത് നാം ഉറപ്പാക്കണം. If Jesus, the actual Jesus, was to come, would you know him? യഥാർത്ഥത്തിലുള്ള യേശു വരുമ്പോൾ അവനെ നിങ്ങൾ തിരിച്ചറിയുമോ? Let's turn to the book of Malachi, chapter 4, Malachi. മലാഖി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. For any of you children or others who don't know where Malachi is, it's the last book of the Old Testament. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലോ മാലാഖി എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ അത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. And after this prophet spoke, you know, the Old Testament is full of many prophets. ഈ പഴയ നിയമം മുഴുവൻ പല പ്രവാചകന്മാർ ഉള്ളതാണെന്ന് അറിയാം. After the prophet Malachi came, there was no more prophet for 400 years. ഈ മലാഖി പ്രവാചകൻ വന്നതിന് ശേഷം 400 വർഷത്തോളം വേറെ പ്രവാചകന്മാർ ആരുമില്ലായിരുന്നു. And Malachi said, the last thing he said, അവസാനമായിട്ട് മലാഖി പ്രവാചകൻ this is പറഞ്ഞ കാര്യം, the end of the Old Testament before the stage is set for Jesus to come. യേശു വരുന്നതിന് പശ്ചാത്തലം ഒരുക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ പുസ്തകമാണ് ഇത്. And he says, verse 5, Malachi 4 verse 5, മലാഖി 4-ന്റെ 5-ാം വാക്യം, behold, I am going to send you Elijah the prophet before the coming of the great and terrible day of the Lord. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. And a wonderful promise there about this Elijah. ഇവിടെ ഏലിയാവിനെ കുറിച്ച് നല്ല ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. He will restore the hearts of the fathers to their children and the hearts of the children to their fathers, so that I will not come and smite the land with a curse. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. So before the second coming of Christ, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപേ there is going to come an Elijah the prophet. ഏലിയ പ്രവാചകൻ വരേണ്ടതുണ്ട്. Now as we know, after this Christ came for the first time. നമുക്കറിയാം അതിനുശേഷം ക്രിസ്തു ആദ്യമായിട്ട് വന്നു. So this prophecy of Malachi actually has two fulfillments. മലാഖി പ്രവാചകന്റെ ഈ പ്രവചനത്തിന് രണ്ട് നിവൃത്തികളുണ്ട്. Before Christ came for the first time, ക്രിസ്തു ആദ്യമായി വരുന്നതിന് മുമ്പേ there was an Elijah who came before him. ഏലിയാവ് ക്രിസ്തുവിന് മുമ്പ് വന്നതായിട്ടുണ്ട്. And before Christ comes for the second time, there will also be an Elijah who will come in front of him. ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പേ ഒരു ഏലിയാവ് ക്രിസ്തുവിന് മുമ്പേ വരും. Let's turn to Matthew chapter 17. നമുക്ക് മത്തായി 17-ാം അധ്യായത്തിലേക്ക് തിരിയാം. Matthew 17 verse 10. Now the scribes, the people who I said studied the scriptures carefully, മത്തായി 17-ന്റെ 10-ാം വാക്യത്തിൽ അവിടെ ശാസ്ത്രിമാർ ഈ ദൈവവചനം വളരെ കൃത്യമായിട്ട് പഠിച്ചിരുന്നവർ. and the disciples said, the scribes said Elijah must come first. ശിഷ്യന്മാർ പറയുന്നത് ഏലിയാവ് ആദ്യം വരണമെന്ന് ശാസ്ത്രിമാർ പറയുന്നുവല്ലോ എന്ന്. And so they said, oh, we'll be ready for the Christ because Elijah will come first. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ക്രിസ്തുവിന്റെ വരവിന് തയ്യാറായിരിക്കും, കാരണം ഏലിയാവ് ആദ്യം വരുമല്ലോ. But Elijah did come and they didn't recognize even him. എന്നാൽ ഏലിയാവ് മുമ്പേ വന്നിരുന്നു, അവനെയും അവർ തിരിച്ചറിഞ്ഞില്ല. So the people who studied the scriptures the most and had the Bible studies, prayer meetings, conferences missed both Elijah and the Christ. ദൈവവചനം വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും അവർക്ക് പ്രാർത്ഥനാ യോഗങ്ങളും പ്രയർ കോൺഫറൻസുകളും ഒക്കെ അവര് ഏലിയാവ് വന്നപ്പോൾ അവർ ഏലിയാവിനെ തിരിച്ചറിഞ്ഞില്ല, ക്രിസ്തുവിനെയും തിരിച്ചറിഞ്ഞില്ല. And I believe the same is true today. ഇതേ കാര്യം ഇപ്പോഴും സത്യമാണെന്ന് ഞാൻ Many വിശ്വസിക്കുന്നു. of the people who study the scriptures the most have not seen the Elijah, nor will they see the Christ when he comes. ഈ ദൈവവചനം വളരെ ശ്രദ്ധയോടെ പഠിക്കുന്ന പലരും ഏലിയാവിനെ തിരിച്ചറിയുന്നില്ല, ക്രിസ്തുവും രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല. And Jesus said in verse 11. യേശു 11-ാം So we see here how that prophecy of Malachi was fulfilled twice.
ഇവിടെ മലാഖിയുടെ ആ പ്രവചനം 2 പ്രാവശ്യം നിവൃത്തിയാകുന്നത് നാം കാണുന്നു. So the first coming of Jesus was preceded by an Elijah. യേശുവിന്റെ ആദ്യത്തെ വരവ് അതിന് മുമ്പായിട്ട് ഏലിയാവിന്റെ ഒരു വരവുണ്ടായിരുന്നു. And the second coming of Jesus will also be preceded by an Elijah. കർത്താവിന്റെ രണ്ടാം വരവിനും മുമ്പേ ഏലിയാവ് വരും. So who was this? ഇതാരായിരുന്നു? Verse 11. 11-ാം He വാക്യം. answered and said, Elijah is coming. That's the second Elijah. യേശു അതിന് അവൻ ഏലിയാവ് വന്നു, അത് രണ്ടാമത്തെ ഏലിയാവാണ്. Is coming and will restore all things. സകലവും യഥാസ്ഥാനത്താക്കും സത്യം. Verse 12. But I say to you that Elijah already came and they did not recognize him, but did to him whatever they wished. So also the Son of Man is going to suffer at their hands. 12-ാം വാക്യത്തിൽ, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു. Now we're not talking about the first Elijah. നാം ആദ്യത്തെ ഏലിയാവിനെ കുറിച്ചല്ല Read സംസാരിക്കുന്നത്. about him in 1 Kings 18. ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നാം He was വായിക്കുന്നു. just a picture. അത് ഒരു ചിത്രം, അദ്ദേഹം ഒരു ചിത്രം മാത്രമായിരുന്നു. Then using the same name, Jesus said there's going to be an Elijah. അതേ പേര് ഉപയോഗിച്ചുകൊണ്ട് യേശു പറഞ്ഞു ഒരു ഏലിയാവ് വരുന്നു. And then there's going to be another Elijah. അതുപോലെ തന്നെ മറ്റൊരു ഏലിയാവും. So actually 3 Elijahs. യഥാർത്ഥത്തിൽ 3 ഏലിയാവുമാർ. So there was an Elijah that Jesus said has come, and they did not recognize him. യേശു വന്നു കഴിഞ്ഞു എന്ന് യേശു പറഞ്ഞ ഒരു ഏലിയാവുണ്ട്, അദ്ദേഹത്തെ അവർ തിരിച്ചറിഞ്ഞില്ല. And another Elijah is coming. മറ്റൊരു ഏലിയാവ് വരുന്നു. Okay, when he said that the Elijah came and they did to him whatever they wished, ഏലിയാവ് വരികയും അവർക്ക് തോന്നിയതുപോലെ അവനോട് ചെയ്യുകയും ചെയ്തു. the disciples understood, verse 13, that he had spoken to them about John the Baptist. അപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കി അവർ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന്. So the Elijah who came before the first coming of Jesus was John the Baptist. യേശുവിന്റെ ആദ്യത്തെ വരവിന് മുമ്പായിട്ട് വന്ന ഏലിയാവ് യോഹന്നാൻ സ്നാപകനായിരുന്നു. Now there is going to be an Elijah who comes before Jesus, the second coming of Jesus. ഇനി യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പേ വരുന്ന ഒരു ഏലിയാവുണ്ട്. And that is the church. അതാണ് സഭ. Have you seen it, dear brother, dear sister, dear child? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ? Until Jesus came and the day of Pentecost, it was still the old covenant. യേശു വന്നതിന് മുമ്പ്, പെന്തക്കോസ്തിന് മുമ്പേ അത് അപ്പോഴും പഴയ ഉടമ്പടിയായിരുന്നു. So there was individuals. Elijah was an individual. അവിടെ ഓരോരുത്തരായിരുന്നു. ഏലിയാവ് ഒരു വ്യക്തിയായിരുന്നു. John the Baptist was an individual. യോഹന്നാൻ സ്നാപകൻ ഒരു വ്യക്തിയായിരുന്നു. But now in the new covenant there's no individual. The only individual is Jesus. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയായിട്ട് ആരുമില്ല, ആകെ ഉള്ള വ്യക്തി യേശു മാത്രമാണ്. And so the Elijah who comes before the second coming of Jesus is the church. അതുകൊണ്ട് യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് വരുന്ന ഏലിയാവ് സഭയാണ്. So we as the church, the whole church, the body of Christ, നാം സഭ മുഴുവനായിട്ട് അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. has the same mission that John the Baptist had before Jesus came for the first time. ആ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്ന അതേ ഒരു വിളിയാണ് ഈ സഭയായിട്ട് നമുക്കുള്ളത്. Now before Jesus came for the first time, he couldn't just come. യേശു ആദ്യമായിട്ട് വരുന്നതിന് മുമ്പേ യേശുവിന് വെറുതെ വരാൻ കഴിയുമായിരുന്നില്ല. There had to be a way made ready for him to come. ഒരു വഴി അവന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അവൻ വരുന്നതിന് വേണ്ടി. We read this in Matthew chapter 3. നാം അത് മത്തായി 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. John the Baptist's mission was to make the way ready for Jesus to come the first time. യോഹന്നാൻ സ്നാപകന്റെ നിയോഗം യേശുവിന്റെ വഴി ആദ്യമായിട്ട് യേശു വരുന്നതിനുള്ള വഴിയൊരുക്കുക എന്നതായിരുന്നു. And in the same way the church's mission is to make the way ready for Jesus to come the second time. അതേപോലെ തന്നെ സഭയുടെ നിയോഗം യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി വഴിയൊരുക്കുകയാണ്. And it says about John the Baptist in Matthew 3 verse 3. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മത്തായി 3-ൽ പറയുന്നു. That John was the one referred to by Isaiah the prophet when he said, "The voice of one crying in the wilderness, make ready the way of the Lord, make his paths straight."
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. So we have the same mission, you can say, that John the Baptist had. നമുക്ക് യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്ന അതേ നിയോഗം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. What was John the Baptist's mission? യോഹന്നാൻ സ്നാപകന്റെ നിയോഗം എന്തായിരുന്നു? Let's turn to the book of John, chapter 1. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരാം. John 1, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം verse 19. 19-ാം വാക്യം. This is the testimony of John when the Jews sent to him priests and Levites from Jerusalem to ask him, "Who are you?" ഇത് യഹൂദന്മാർ പുരോഹിതന്മാരെയും ലേവ്യരെയും ആരാണ് നീ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ സാക്ഷ്യമാണ്. And he confessed and did not deny, but confessed, "I am not the Christ." അവൻ അത് നിരാകരിക്കാതെ അവൻ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്നുള്ളത്. And that's the first thing we see. He said, "I am not the Christ." ആദ്യമായിട്ട് താൻ പറയുന്നത് ഇതാണ്, ഞാൻ അല്ല ക്രിസ്തു. That is quite the opposite of what we already heard in one of the previous meetings in Matthew 24. നാം ഇതിനു മുമ്പുള്ള ഒരു മീറ്റിംഗിൽ കേട്ടതിന് നേരെ വിപരീതമുള്ള കാര്യം മത്തായി 24 പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. That many will come saying, "I am the Christ." പലരും വന്ന് ഞാൻ ആണ് ക്രിസ്തു എന്ന് പറയും. And what does that mean for us in the church? സഭയിൽ ആയിരിക്കുന്ന നമുക്ക് അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? None of us will actually say, "I am the Christ." We won't have the boldness or the pride to say that. നമുക്ക് ആർക്കും ഞാൻ ക്രിസ്തു ആണ് എന്ന് പറയാനുള്ള ധൈര്യമോ അഹങ്കാരമോ ഉണ്ടായിരിക്കുകയില്ല. But to say I am not the Christ means this. ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയുന്നതിൽ അർത്ഥം ഇതാണ്. See, Christ deserves all the glory and all the attention in the church. ക്രിസ്തു എല്ലാ മഹത്വവും എല്ലാ ശ്രദ്ധയും അർഹിക്കുന്നവനാണ് സഭയിലുള്ള എല്ലാ. In the true church, Christ gets all the attention. യഥാർത്ഥ സഭയിൽ ക്രിസ്തുവിനാണ് എല്ലാ ശ്രദ്ധയും. So if you see a preacher who likes to get attention when he's preaching, ഒരു പ്രസംഗകൻ അവൻ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, what he's saying is, "I am also the Christ." അവൻ എന്താണ് പറയുന്നത്? ഞാനും ക്രിസ്തുവാണ്. Yes, we sing to Jesus, but look at me, how good I am at preaching. നാം ക്രിസ്തുവിനൊക്കെ വേണ്ടി പാടുന്നു, എന്നാൽ എന്നിലേക്ക് നോക്കുക, ഞാൻ എത്ര നന്നായിട്ട് പ്രസംഗിക്കുന്നവനാണ്. Or music leaders who stand in front and draw and like how people watch them when they sing. അതുപോലെ തന്നെ ഈ മ്യൂസിക് അത് നേതൃത്വം നൽകുന്നവർ അവര് മുമ്പിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് അവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നവർ. Dear brothers and dear sisters, if I seek any attention in the church, what I am saying is I am the Christ. പ്രിയ സഹോദരിമാരെ, ഞാൻ സഭയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ആണ് ക്രിസ്തു എന്നാണ്. See, I usually say brothers, sisters and children. ഞാൻ സാധാരണയായിട്ട് സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ എന്ന് പറയാറുണ്ട്. But in this case I don't include the children. ഈ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല. I don't think any children think they are so important in the church. ഞാൻ ചിന്തിക്കുന്നില്ല കുഞ്ഞുങ്ങളിൽ ആരും അവർ സഭയിൽ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന്. They're just happy to be here. അവരിവിടെ ആയിരിക്കുന്നതിൽ സന്തുഷ്ടരാണ്. Some brothers think I am an important brother in the church. എന്നാൽ ചില സഹോദരന്മാർ ചിന്തിക്കുന്നത് ഞാൻ സഭയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. Some sisters think I am an important sister in the church. ചില സഹോദരിമാർ ചിന്തിക്കുന്നത് ഞാൻ സഭയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. Do we see what we are saying there? അവരോട് നാം എന്താണ് പറയുന്നത്? Drawing attention to ourselves when Christ alone gets all the attention. നമ്മിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത് ക്രിസ്തുവിന് മാത്രം എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ട സമയത്ത്. So the first thing John realized is no attention to me. I am not the Christ. യോഹന്നാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ കാര്യം എന്നിലേക്ക് ഒരു ശ്രദ്ധയും വേണ്ട, എല്ലാ ശ്രദ്ധയും ക്രിസ്തുവിന് വേണ്ടിയാണ്. So then they said, verse 22, "Then who are you, so that we may give an answer to those who sent us? What do you say about yourself?" അതിന് അവർ മറുപടിയായിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിന്നെക്കുറിച്ച് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അവർക്ക് നീ ആരാകുന്നുവെന്ന് ഞങ്ങളെ ആവശ്യരോട് ഉത്തരം പറയേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. And John said, "I am simply a voice crying in the wilderness, get ready for Jesus coming." അതിനവൻ യെശയ്യാ പ്രവാചകന്റെ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ
എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. I am a voice crying in the wilderness, make straight the way of the Lord, as Isaiah the prophet said. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. Dear brothers, dear sisters, and dear children, our mission is to point to Christ in everything we do. പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ദൗത്യം നാം ചെയ്യുന്ന എല്ലാത്തിലും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. Think about everything you did last week. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. Somehow was it a pointer to Christ? അത് എങ്ങനെയെങ്കിലും അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നോ? Maybe you did something nice for somebody. നിങ്ങൾ മറ്റ് ഒരാൾക്ക് വേണ്ടി ഏതെങ്കിലും നല്ല കാര്യം ചെയ്തു. You showed them some kindness. അവരോട് ഒരു കരുണയുള്ള കാര്യം ചെയ്തു. That's very good. അത് നല്ല കാര്യമാണ്. But did you do it to draw attention to yourself? അത് നിങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ചെയ്തതാണോ? Maybe you shared something with another sister or another brother, something the Lord spoke to you. ഒരുപക്ഷേ നിങ്ങൾ മറ്റൊരു സഹോദരനോടോ സഹോദരിയോടോ നിങ്ങളോട് കർത്താവ് സംസാരിച്ച ഒരു കാര്യം പങ്കുവെച്ചു. But in sharing that, which is a good thing, അത് പങ്കുവെക്കുന്നതിലൂടെ അതൊരു നല്ല കാര്യമാണ്. Did you do it to draw attention to yourself, to show how spiritual you are? അത് നിങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ അത് ചെയ്തത്? നിങ്ങൾ എത്രമാത്രം ആത്മീയരാണെന്ന് കാണിക്കുവാൻ? The church is simply a voice saying, I am not the Christ, there is the Christ. സഭ ഒരു ശബ്ദം മാത്രമാണ്, ഞാൻ ക്രിസ്തു അല്ല, അവിടെയാണ് ക്രിസ്തു എന്ന് കാണിച്ചു കൊടുക്കുന്ന ശബ്ദം പറയുന്നത്. In everything we say, not I, but Christ. നാം പറയുന്ന എല്ലാത്തിലും ഞാനല്ല ക്രിസ്തു ആണ്. If I say I not Christ, then the way is crooked. ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയുന്നുവെങ്കിൽ ആ വഴി അത് നേരെയുള്ളതല്ല. Christ cannot come. അതിലെ ക്രിസ്തുവിന് വരാൻ കഴിയില്ല. He said, make the path straight for Christ. ആ പാത ക്രിസ്തുവിന് വേണ്ടി നേരെയാക്കുക എന്നാണ് പറഞ്ഞത്. So if I say I but not Christ, the path is not straight. ഞാൻ എന്നാൽ ക്രിസ്തുവല്ല എന്ന് പറയുന്നുവെങ്കിൽ ആ പാത നേരെയുള്ളതല്ല. If I say Christ plus me, the path is still not straight. ഞാൻ പറയുകയാണ് ക്രിസ്തു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നുവെങ്കിൽ അവിടെയും ആ പാത നേരെയല്ല. I think most Christians would say Christ, yes, Christ, but also me. എനിക്ക് തോന്നുന്ന മിക്ക ക്രിസ്ത്യാനികളും പറയും ക്രിസ്തു ആണ്, ഞാനും ഉണ്ട്. Yeah, I also want some importance in the church. എനിക്കും സഭയിൽ ചില പ്രാമുഖ്യം ആവശ്യമാണ്. I'm a senior brother. I've been here in the church a long time. I need some respect, some attention. ഞാൻ ഒരു മുതിർന്ന സഹോദരനാണ്, ഇവിടെ കുറെ നാളുകളായിട്ട് ഞാനുണ്ട്, എനിക്കും കുറച്ച് ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട്. I'm a senior sister. People should respect me. ഞാൻ ഒരു സീനിയർ ആയിട്ടുള്ള സഹോദരിയാണ്, ആളുകൾ എന്നെ ബഹുമാനിക്കണം. And the true church says Christ and only Christ. യഥാർത്ഥ സഭ പറയുന്നത് ക്രിസ്തുവും ക്രിസ്തു മാത്രം. Not I, but Christ. ക്രിസ്തു ഞാനല്ല, ക്രിസ്തു മാത്രം. And that's why John says later on, I must decrease and Christ must increase. അതുകൊണ്ടാണ് യോഹന്നാൻ പിന്നീട് പറയുന്നത് ഞാനോ കുറയണം അവൻ വളരണം. The second thing we see here in verse 29. രണ്ടാമത്തെ കാര്യം നാം 29-ാം വാക്യത്തിൽ So we already saw that the church, which is pictured by John the Baptist, was a pointer to Christ. നാം സഭ ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ ചിത്രമായിട്ടുള്ള സഭ അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. But in order to point to Christ, I must know who the real Christ is. എന്നാൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടതിന് യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് ഞാൻ അറിയണം. See, in that time there were many people who came and drew a crowd of people after themselves. ആ സമയത്ത് പല ആളുകളും ഉണ്ടായിരുന്നു, അവർ വന്ന് അവരിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നവർ. Let me show you one example of that. Acts chapter 5. ഒരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ. We'll come back to John 1. യോഹന്നാൻ 1-ലേക്ക് നമുക്ക് മടങ്ങി വരാം. Acts 5, we read in verse 36. അപ്പോസ്തല പ്രവൃത്തികൾ 5:36 നാം വായിക്കുന്നു. That around the same time as Jesus, there were other people who also gathered some people after themselves. യേശുവിന്റെ ആ സമയത്തിനുള്ളിൽ അവരിലേക്ക് ആളുകളെ ആകർഷിച്ച മറ്റു പലരും ഉണ്ടായിരുന്നു. And this man Gamaliel, he knew about all of these. He was a very learned man. ഗമാലിയേൽ എന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇവരെക്കുറിച്ചൊക്കെ അറിയായിരുന്നു, അദ്ദേഹം വളരെ പഠിപ്പുള്ള ആളായിരുന്നു. And the council was trying to see what is these followers of Jesus. അവിടെ ഉണ്ടായിരുന്ന ആ കൗൺസിൽ അവര്
യേശുവിൻ്റെ ഈ ശിഷ്യന്മാർ ആരാണ് എന്നുള്ളത് അറിയാൻ ശ്രമിച്ചിരുന്നു. And so he tells them in verse 35, men of Israel, take care what you propose to do with these men. അവിടെ 35-ാം വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. Because verse 36, some time ago a man named Theudas rose up claiming to be somebody, and a group of about 400 men joined up with him, but he was killed and all who followed him were dispersed and came to nothing. കാരണം 36-ാം വാക്യത്തിൽ, ഈ നാളുകൾക്ക് മുമ്പേ തദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. And after this, verse 37, man, Judas of Galilee rose up in the days of the census and drew away some people after him. He too perished, and those who followed him were scattered. 37-ാം വാക്യം, അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയി. So already we see there were many men who were drawing people after themselves. നാം ഈ അവരിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ആളുകളെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. There's a Theudas, Judas of Galilee, and maybe others. തദാസ്, ഗലീലയിലെ യൂദ, അങ്ങനെയുള്ള മറ്റു പലരും ഉണ്ടായിരിക്കാം. And if the book of 1 John tells us that many false Christs have come now. ഒന്ന് യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത് പല വ്യാജ ക്രിസ്തുക്കൾ വന്നിരിക്കുന്നുവെന്ന്. If you saw some man who seemed to be very gifted and drawing a lot of people saying, oh, this Theudas, he's a preacher, follow him. ഒരു വ്യക്തി, വളരെ കഴിവുള്ള ഒരു വ്യക്തി, പല ആളുകളെയും അവനിലേക്ക് ആകർഷിക്കുന്ന ഒരു ആളെ കാണുന്നെങ്കിൽ, ഓ, ഈ വലിയ പ്രസംഗകൻ തദാസ് വന്നു കഴിഞ്ഞു. Or somebody says, oh, Judas of Galilee, that's the real Christ, follow him. അല്ലെങ്കിൽ ഗലീലയിലെ യൂദ, അവനാണ് യഥാർത്ഥ ക്രിസ്തു, അവനെ പിൻപറ്റുക. And then somebody else is saying, oh, Jesus of Nazareth, follow him. മറ്റു ചിലർ പറയുന്നു, നാസറത്തിലെ യേശു, അവനെ പിൻപറ്റുക. Would you know who is the real Christ? അറിയുമോ ആരാണ് യഥാർത്ഥ ക്രിസ്തു? And that's why God sent John the Baptist ahead. അതുകൊണ്ടാണ് ദൈവം യോഹന്നാൻ സ്നാപകനെ മുമ്പേ അയച്ചത്. These 400 people who followed Theudas, I'm sure they were sincere. ഈ തദാസിനെ പിൻപറ്റിയ 400 പേർ അവര് സിൻസിയർ ആയിട്ടുള്ളവരായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. And God in his love said, I must send somebody who will tell them who the true Christ is. ദൈവം തൻ്റെ സ്നേഹത്തിൽ പറഞ്ഞു, യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് പറയാൻ ഒരാളെ ഞാൻ അയക്കണം. This is the mission of the church. ഇതാണ് സഭയുടെ നിയോഗം. Pointing the world to the true Christ. ലോകത്തെ യഥാർത്ഥ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. Not just having meetings and reading from the Bible and singing songs. മീറ്റിംഗുകൾ നടത്തുകയും ബൈബിളിൽ നിന്ന് വായിക്കുകയും പാട്ട് പാടുകയും മാത്രമല്ല. All these other false Christs, the people following all these other false Christs are doing the same things we're doing. മറ്റ് വ്യാജമായിട്ടുള്ള ക്രിസ്തുക്കളെ പിൻപറ്റുന്ന ആളുകളും ഇതേ കാര്യം തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. Do you believe God's word that there are many false Christs in the world today? നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ മറ്റു പല വ്യാജ ക്രിസ്തുക്കളും ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ളത്? And do you know what the followers of those false Christs are doing? ആ വ്യാജ ക്രിസ്തുക്കളുടെ പിൻഗാമികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാമോ? They're having conferences like this. അവർക്കും ഇതുപോലെയുള്ള കോൺഫറൻസുകൾ ഉണ്ട്. They're having good times together. അവർക്ക് ഒരുമിച്ച് നല്ല സമയങ്ങളുണ്ട്. They're reading the Bible. അവർ ബൈബിൾ വായിക്കുന്നുണ്ട്. They're praying. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. They may even go play a football game also like we did. നമ്മൾ ചെയ്തതുപോലെ അവരും പോയി ഒരു ഫുട്ബോൾ കളി കളിച്ചേക്കാം. Another Jesus. എന്നാൽ മറ്റൊരു യേശുവാണ്. Many another Jesuses. മറ്റ് ധാരാളം മറ്റ് യേശു. And it's possible to sit in CFC and not know the true Jesus. CFCയിൽ ഇരുന്നുകൊണ്ടും യഥാർത്ഥത്തിലുള്ള യേശുവിനെ അറിയാതിരിക്കുന്നത് സാധ്യമാണ്. Let's go back to John chapter 1. നമുക്ക് യോഹന്നാൻ 1-ലേക്ക് തിരിഞ്ഞു പോകാം. When you hear these words, dear brothers and sisters and children, ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ, does it strike a healthy fear in your heart? അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭയം ഉളവാക്കുന്നുണ്ടോ? That I could spend my whole life thinking I'm following Jesus and I was following another Jesus. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ
യേശുവിനെ പിൻപറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു യേശുവിനെ പിൻപറ്റുവാൻ കഴിയുമല്ലോ എന്ന്. And the real Jesus came and I wasn't ready because I was following another Jesus. യഥാർത്ഥ യേശു വന്നപ്പോൾ ഞാൻ തയ്യാറായിരുന്നില്ല, കാരണം ഞാൻ മറ്റൊരു യേശുവിനെ പിൻപറ്റുകയായിരുന്നു. It strikes fear in my heart. അത് എൻ്റെ ഹൃദയത്തിൽ ഒരു I say, ഭയത്തെ Lord, ഉണ്ടാക്കുന്നു. what hope do I have if so many are being deceived? How do I know I won't be deceived? കർത്താവേ, എനിക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല എന്ന് എങ്ങനെ എനിക്ക് അറിയാൻ So here was, let's go back to John 1. നമുക്ക് യോഹന്നാൻ 1. So here was John the Baptist. He had one mission. You must know which is the real Christ and you must point to him. യോഹന്നാൻ സ്നാപകൻ ഇവിടെ ഇതാ ഒരേ ഒരു ദൗത്യം, ആരാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് അറിയണം, അവനിലേക്ക് ചൂണ്ടിക്കാണിക്കണം. Verse 29. 29-ാം വാക്യം. The next day he saw Jesus coming to him and said, He is the Christ. Behold, the Lamb of God who takes away the sin of the world. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ഇവിടെ ക്രിസ്തു എന്ന് അവൻ. So here's John the Baptist preaching to his followers. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തന്റെ അനുയായികളോട് പ്രസംഗിക്കുന്നു. And different people are walking by past him. പല ആളുകളും അവിടെ അവിടെ നടക്കുകയാണ്. And one day he suddenly sees a man walking. പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യൻ നടക്കുന്നതായിട്ട് അവൻ കാണുന്നു. And he says, that's the one. അവൻ പറയുന്നു, അതാണ് അവൻ. Jesus looked just like everybody else. യേശു മറ്റാരെയും പോലെ തന്നെയാണ് ഇരുന്നത്. I mean, what do you think? Was there some halo over Jesus' head? യേശുവിന്റെ ചുറ്റും ഒരു ഹാലോ ഉണ്ടായിരുന്നു. Was he floating over the ground somehow? ഗ്രൗണ്ടിന് മേളിൽ അവൻ ഫ്ലോട്ട് ചെയ്യുകയായിരുന്നോ, പൊങ്ങിക്കിടക്കുകയായിരുന്നോ? No, he was walking just like everybody else. ഇല്ല, യേശു മറ്റെല്ലാവരെയും പോലെ നടക്കുന്നവനായിരുന്നു. No halo over his head. തലയ്ക്ക് മുകളിൽ ഒരു പ്രഭാവലയമൊന്നും ഇല്ലായിരുന്നു. Dressed just like everybody else. മറ്റെല്ലാവരെയും പോലെ വസ്ത്രം ധരിച്ചിരുന്നു. And John the Baptist couldn't afford to make a mistake here. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഒരു തെറ്റുപറ്റുവാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല. If he points to somebody else, Thuras, and that's the wrong man, his whole life is wasted. അവൻ മറ്റു ആരെങ്കിലും കാണിച്ച് തദാസിനെ കാണിച്ച് ചൂണ്ടിക്കാണിക്കുകയായിരുന്നെങ്കിൽ അത് തെറ്റായിട്ടുള്ള വ്യക്തിയായിരുന്നു, അവന്റെ ജീവിതം മുഴുവൻ പാഴായി പോകുമായിരുന്നു. Couldn't afford to get it wrong. അവന് അത് തെറ്റിപ്പോകുന്നത് വളരെ തെറ്റിപ്പോവാൻ കഴിവുണ്ടായിരുന്നില്ല. How did he know that is the Christ? എങ്ങനെയാണ് അവൻ അതാണ് ക്രിസ്തു എന്ന് അറിയുന്നത്? Let's continue reading. നമുക്ക് വീണ്ടും Verse 31. 31-ാം വാക്യം. I did not recognize him, but so that he might be manifested to Israel, I came baptizing in water. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിനെ വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. So what he is saying is that I didn't know how to recognize him. അവൻ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് കർത്താവിനെ തിരിച്ചറിയുക എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. You know, John the Baptist was Jesus' second cousin. യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ കസിൻ ആയിരുന്നു, രണ്ടാം കസിൻ ആയിരുന്നു. And it's possible they were born around the same time. അവര് ഏകദേശം ഒരേ സമയത്ത് ജനിച്ചതിന് സാധ്യതയുണ്ട്. It's possible they played with each other when they were kids. അവർ ചെറുതായിരുന്നപ്പോൾ തമ്മിൽ ഒരുമിച്ച് കളിച്ചതായിട്ടൊക്കെ. So John the Baptist says, Jesus coming, oh, that's just my second cousin. യോഹന്നാൻ സ്നാപകൻ യേശു വരുമ്പോൾ അതെന്റെ കസിൻ ആണല്ലോ എന്ന് പറയാം. He says, I did not recognize him. ഇവിടെ പറഞ്ഞത് ഞാൻ അവനെ തിരിച്ചറിഞ്ഞില്ല. That means I didn't see any sign outwardly. അവിടെ അവൻ പറഞ്ഞത് ഞാൻ പുറമേ ഒരു അടയാളവും കണ്ടില്ല. But what did I do? എന്നാൽ ഞാൻ എന്താണ് ചെയ്തത്? I simply obeyed whatever God told me to do. ദൈവം എന്നോട് ചെയ്യുവാൻ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ അനുസരിച്ചു. God said, go baptize, and I went and baptized. നീ പോയി സ്നാനം കഴിപ്പിക്കുക എന്ന് ദൈവം പറഞ്ഞു, ഞാൻ പോയി സ്നാനം കഴിപ്പിച്ചു. How will you recognize the true Jesus? എങ്ങനെയാണ് യഥാർത്ഥ യേശുവിനെ തിരിച്ചറിയുന്നത്? You obey everything that God tells you to do in his word. ഈ ലോകത്തിൽ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. When God says, do not lust with your eyes, you say, Lord, help me, I want to obey you. ദൈവം ഈ കണ്ണുകൊണ്ട് മോഹിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ എന്നെ സഹായിക്കണമേ, എനിക്ക് നിന്നെ അനുസരിക്കണം. When God says, if you don't have control over your tongue, then your religion is worth 0. Lord, help me, I want to obey you. നിങ്ങൾക്ക് നിങ്ങളുടെ നാവിന്മേൽ നിയന്ത്രണമില്ലെങ്കിൽ നിങ്ങളുടെ ഭക്തി അത് വ്യർത്ഥമത്രേ എന്ന് പറയുമ്പോൾ, കർത്താവേ എനിക്ക് നിന്നെ അനുസരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. When your word says,
do not gossip. Lord, help me. I don't want to gossip even once. ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ പരദൂഷണം പറയരുതെന്ന് പറയുമ്പോൾ കർത്താവേ എന്നെ സഹായിക്കണമേ, എനിക്ക് ഒരു പ്രാവശ്യം പോലും അങ്ങനെ ചെയ്യണ്ട. When he says, do not be anxious. Lord, I'm sorry I sinned by being anxious in that situation. വിചാരപ്പെട്ടിരുന്ന ദൈവവചനം പറയുമ്പോൾ കർത്താവേ ഞാൻ പാപം ചെയ്തു, ഞാൻ ആകുലപ്പെടുന്നതിലൂടെ ഞാൻ പാപം ചെയ്തു കർത്താവേ എന്ന് I പറഞ്ഞു. obey him in everything he shows me to do. എന്നെ ചെയ്യുവാൻ കാണിച്ചു തരുന്ന എല്ലാ കാര്യത്തിലും കർത്താവിനെ അനുസരിക്കുന്നു. When he said, do not love money, you can only love God or money, not both. I said, yes, Lord, help me. കർത്താവ് പറയുമ്പോൾ പണത്തെ സ്നേഹിക്കരുത്, നിനക്ക് പണത്തെയും എന്നെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുകയില്ല, അപ്പോൾ കർത്താവേ എന്നെ സഹായിക്കണമേ. And so he says, I did not recognize him. ഇവിടെ ഞാൻ അവനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, But the Spirit told me that one day during your obedience of baptizing others, ആത്മാവിനോട് പറഞ്ഞത് നീ മറ്റുള്ളവരെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ള ആ അനുസരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ the Spirit will come and rest on somebody. ആത്മാവ് ഒരുവന്റെ മേൽ വന്ന് താമസിക്കും. And then you'll know that's the Christ. അപ്പോൾ നീ അറിയും You അതാണ് see how ക്രിസ്തുവെന്ന്. John was just obeying everything that God asked him to do. ഇവിടെ യോഹന്നാൻ അവനോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയായിരുന്നു. And while he was obeying, God watched him to see, is he obeying? Is he obeying? Is he obeying? ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ അത് അനുസരിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്ന്. Okay, I'm going to show him who the Christ is. ശരി, ഞാൻ ആരാണ് ക്രിസ്തു എന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. Dear church family, this is how you and I will see the Christ. പ്രിയ സഭാ കുടുംബമേ, ഇങ്ങനെയാണ് നിങ്ങളും ഞാനും ക്രിസ്തുവിനെ കാണുന്നത്. If you're not obeying, none of us will know in secret. നാം അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും രഹസ്യത്തിൽ അത് അറിയാൻ കഴിയില്ല. If you're not obeying in secret, I won't know. Most of us won't know what you're obeying in your thought life. നിങ്ങൾ രഹസ്യത്തിൽ അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്താജീവിതത്തിൽ അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. If you're just content to come to the church and have a good reputation as a member of the CFC church, നിങ്ങൾ സഭയിൽ വരുന്നതിനും CFC സഭയുടെ ഒരു അംഗമായിരിക്കുന്നതിന് നിങ്ങൾ അതിൽ മാത്രം തൃപ്തരായിരിക്കുന്നുവെങ്കിൽ, and everybody thinks you're also obeying because we preach about obedience in this church, മറ്റെല്ലാവരും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന്, കാരണം നാം അതിനെക്കുറിച്ചെല്ലാം പ്രസംഗിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട്. But in secret, where nobody can see, you're not actually obeying. എന്നാൽ രഹസ്യത്തിൽ മറ്റാർക്കും കാണാൻ കഴിയാത്തയിടത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ Then അനുസരിക്കുന്നില്ലെങ്കിൽ, you won't know who the true Jesus is. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ And കഴിയുകയില്ല. you can read the Bible from cover to cover. നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുവാൻ You can കഴിയും. attend every conference. എല്ലാ കോൺഫറൻസും You സംബന്ധിക്കാൻ can help കഴിയും. with all the work in the church. സഭയിലുള്ള ജോലികളിലെല്ലാം സഹായിക്കാനും കഴിയും. You may even be able to lead the singing and perhaps even preach. ഒരുപക്ഷെ നിങ്ങൾക്ക് പാട്ട് ലീഡ് ചെയ്യാനും പ്രസംഗിക്കാനും കഴിഞ്ഞെന്ന് വരാം. But if you're not obeying, the Father cannot open your eyes to see who the true Jesus is. എന്നാൽ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിതാവിന് നിങ്ങളുടെ കണ്ണുകളെ യഥാർത്ഥ ക്രിസ്തുവിനെ കാണുവാൻ തക്കോണം തുറക്കുവാൻ This is what കഴിയില്ല. it means to be ready for Jesus' coming. ഇതാണ് യേശുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That we are waiting for the right Jesus, not all the other Jesuses who have come and will continue to come. നാം യഥാർത്ഥ യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുവരെയും വന്നതും ഇനിയും വരാനിരിക്കുന്നതുമായ മറ്റ് യേശുമാരെ കാത്തിരിക്കുക അല്ല. Verse 32, John testified saying, I have seen the Spirit descending as a dove out of heaven, and he remained upon him. 32-ാം വാക്യത്തിൽ യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. Again he says, 33, I did not recognize him, but he who sent me to baptize in water said to me, he upon whom you see the Spirit descending and remaining upon him, this is the one who baptizes in the Holy Spirit. 33-ാം വാക്യത്തിൽ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. And then he says in verse 34, I myself have seen and have testified that this is the Son of God. 34-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. Is that your testimony also, dear brother, dear sister, dear children?
ഇതാണോ നിന്റെയും സാക്ഷ്യം പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ കുഞ്ഞുങ്ങളെ? Can you say, I myself have seen and testify that this is the Son of God, who the true Jesus is? നിങ്ങൾക്ക് ഇങ്ങനെ സാക്ഷീകരിക്കാൻ കഴിയുമോ? ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് ഞാൻ കാണുകയും ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. Has nothing to do with sitting in CFC or listening to sermons from CFC India or anything like that. അതിന് CFCയിൽ ഇരിക്കുകയും CFC ഇന്ത്യയോ അതുപോലെയുള്ള എവിടുന്നെങ്കിലും സന്ദേശങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. Have you seen the true Jesus? നിങ്ങൾ യഥാർത്ഥ യേശുവിനെ കണ്ടിട്ടുണ്ടോ? If you're obeying him every day in secret, you will see him. നിങ്ങൾ അവനെ രഹസ്യത്തിൽ എല്ലാ ദിവസവും അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണുവാൻ കഴിയും. And I believe there will be many preachers who don't recognize Jesus at all when he comes. ഞാൻ വിശ്വസിക്കുന്നത് പല പ്രസംഗകരും യേശു വരുമ്പോൾ അവനെ തിരിച്ചറിയാത്തവരായിട്ടുണ്ടായിരിക്കും. And there will be other sisters who never preached one sermon but they obeyed in secret. അതേസമയം തന്നെ പല സഹോദരിമാരും അവര് ഒരിക്കലും പ്രസംഗിച്ചിരുന്നില്ല, എന്നാൽ അവർ രഹസ്യത്തിൽ അനുസരിക്കുന്നവരായിരുന്നു. God is no respecter of persons. ദൈവം ആളുകൾക്ക് പക്ഷപാതം കാണിക്കുന്നവനല്ല. He doesn't say, oh, you preached, okay, you're excused from obedience, you don't have to obey. ഓ, നിങ്ങൾ പ്രസംഗിച്ചുവല്ലോ, നിങ്ങൾ അനുസരിക്കേണ്ടതില്ല, അതിന് ഒഴികഴിവുണ്ട്, നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. Oh, you sat in CFC, you left the Pentecostal church, okay, you don't have to obey. നിങ്ങൾ പെന്തക്കോസ്ത് സഭ വിട്ട് CFCയിൽ വന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. No, you obey. ഇല്ല, നിങ്ങൾ അനുസരിക്കണം. Whatever church you sit in, you obey. ഏത് സഭയിലിരുന്നാലും നിങ്ങൾ അനുസരിക്കുക. And if you are obeying, your eyes are being opened to see the true Jesus. അങ്ങനെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ യഥാർത്ഥ യേശുവിനെ കാണുവാൻ തുറക്കപ്പെടും. No, Jesus said that he hides these things from the wise and the intelligent. യേശു ഇത് പറഞ്ഞു, അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും നിന്നും ഇത് മറച്ചു വെച്ചിരിക്കുന്നു. And he reveals them to babes. ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. You know, I think about some people who recognize Jesus. ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞ ചില ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. We know the Pharisees, the scribes, all the people who studied the scriptures carefully, they didn't recognize him. പരീശന്മാരും ശാസ്ത്രിമാരും ഈ ദൈവവചനം വളരെ ശ്രദ്ധയോടെ പഠിച്ച അവര് യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. Because they studied religiously and they went to all the meetings religiously, but they didn't obey. അവര് വളരെ തീക്ഷ്ണതയോടെ പഠിക്കുകയും മീറ്റിങ്ങുകൾക്കെല്ലാം വളരെ താല്പര്യത്തോടെ പോവുകയും ചെയ്തിരുന്നു, എന്നാൽ അവർ അനുസരിച്ചിരുന്നില്ല. And then there were simple people, uneducated people. എന്നാൽ വളരെ സാധാരണ ആളുകൾ, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. You know who the first people to see Jesus when he came? യേശു വന്നപ്പോൾ ആദ്യമായിട്ട് അവനെ കണ്ട ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? Christendom is celebrating Christmas this week. ക്രിസ്തീയത ഈ ആഴ്ചയിൽ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. And you know, in all that celebration, it's almost certain that Jesus is not even there. ആ ആഘോഷങ്ങളിൽ ഒന്നും യേശു ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. They're singing about Jesus lying in a manger and all that, but it's another Jesus. അവര് യേശു ഒരു കാലിത്തൊട്ടിയിൽ കിടക്കുന്നതിനെ കുറിച്ചൊക്കെ പാടുന്നു, എന്നാൽ അത് മറ്റൊരു യേശുവാണ്. Last night we passed 3 or 4 groups banging their drums, Santa Claus and all that, singing about Jesus. കഴിഞ്ഞ രാത്രിയിൽ 3-4 കൂട്ടം അവര് സാന്താക്ലോസ് വസ്ത്രം ധരിച്ച് യേശുവിനെ കുറിച്ച് പാടുന്ന അതൊക്കെ ഞാൻ കണ്ടിരുന്നു. It's another Jesus. അതൊക്കെ മറ്റൊരു യേശുവാണ്. The first people to see Jesus were poor shepherds. യേശുവിനെ ആദ്യമായിട്ട് കണ്ട ആളുകൾ പാവപ്പെട്ടവരായിട്ടുള്ള ആട്ടിടയന്മാരായിരുന്നു. They barely made enough to feed their family. അവർക്ക് അവരുടെ കുടുംബം പോറ്റാനായിട്ട് വളരെ കുറച്ച് മാത്രം ലഭിച്ചു. They were out at night in the cold with their sheep. അവര് തണുപ്പുള്ള സമയത്ത് അവര് ആടുകളുമായിട്ട് പുറത്തായിരുന്നു. Just doing their work. അവരുടെ ജോലി I ചെയ്തുകൊണ്ടിരിക്കുന്നു. don't know if we have any shepherds here. ഇവിടെ ആട്ടിടയന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. Shepherd is a stinky job. ആട്ടിടയൻ എന്നുള്ളത് വളരെ ദുർഗന്ധമുള്ള ഒരു Very hard work. വളരെ കഠിനമായിട്ടുള്ള ജോലിയാണ്. And very dirty work. വളരെ വൃത്തിഹീനമായിട്ടുള്ള ജോലിയാണ്. If you feel like your job is dirty, നിങ്ങളുടെ ജോലി അത് വൃത്തിഹീനമാണെന്ന് if you feel like your work is boring and smelly, നിങ്ങളുടെ ജോലി വിരസത ഉളവാക്കുന്നതും അത് വൃത്തിഹീനമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, still better than being a shepherd. അത് ഒരു ആട്ടിടയന്റെ ജോലിയേക്കാൾ മെച്ചമുള്ളതാണ്. All day you're cleaning up all the mess and trying to get the sheep, and you've seen the shepherds. മുഴുവൻ സമയത്തും അവിടെ വൃത്തിയാക്കിക്കൊണ്ട് ആടുകളെ
നയിക്കുന്ന കാര്യം അത് നിങ്ങൾ ആട്ടിടയന്മാരെ കണ്ടിട്ടുണ്ടാവും. And you could be in a very hard job. നിങ്ങൾക്കൊരു വളരെ കഠിനമായിട്ടുള്ള ജോലിയിലായിരിക്കാൻ Some of കഴിയും. you moms, maybe your job just feels like, oh, it's just washing clothes, washing plates, cooking food, constantly boring. നിങ്ങൾ അമ്മമാരായിട്ടുള്ള നിങ്ങൾ പലർക്കും ആ ജോലി വളരെ കഠിനമായിരിക്കാം. പാത്രങ്ങൾ കഴുകുന്നത്, വസ്ത്രങ്ങൾ കഴുകുന്നത്, പാചകം ചെയ്യുന്നത്, അതൊക്കെ വിരസത ഉളവാക്കുന്നതും കഠിനവുമായിരിക്കാം. And you could have two attitudes. നിങ്ങൾക്ക് രണ്ട് മനോഭാവങ്ങൾ ഉണ്ടായിരിക്കാം. Oh Lord, why you gave me this life, and oh, so boring and so heavy, and I'm so tired, and this complaining. കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്, വളരെ വിരസതയുള്ളത്, വളരെ പ്രയാസമുള്ളത്, അങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോഭാവത്തിലായിരിക്കാം. Or you could say, Lord, you've given me this job to do. അല്ലെങ്കിൽ പറയാം, കർത്താവേ, അങ്ങാണ് എനിക്ക് ഈ ജോലി ചെയ്യാൻ തന്നത്, I want to see you. എനിക്ക് അങ്ങയെ കാണണം. And Jesus will come and meet you there. അങ്ങനെ യേശു അവിടെ നിങ്ങളെ വന്ന് The കാണും. angel came and said, shepherds, you working so hard in that boring job. ദൂതൻ വന്ന് പറഞ്ഞു, ആട്ടിടയന്മാരെ, നിങ്ങൾ ആ വിരസതയുള്ള ജോലിയിൽ കഠിനമായിട്ട് ചെയ്യുന്നു. And you said, come, let me show you where Christ is. വരൂ, ക്രിസ്തു എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. Of all the people, shepherds. എല്ലാ മനുഷ്യരുടെ ഇടയിൽ നിന്നും ആട്ടിടയന്മാരെ. And how, Jesus was hidden away in some stall, in some corner in Bethlehem, where nobody, if you try to look for him, you won't find him. യേശു ഒരു തൊഴുത്തിൽ ബത്ലഹേമിലുള്ള ഒരു മൂലയിൽ തേടിപ്പോയാലും കണ്ടെത്താത്ത ഒരു ഇടത്ത് ആയിരിക്കുന്നു. So how did these shepherds find him? ഈ ആട്ടിടയന്മാർ അവനെ എങ്ങനെയാണ് The കണ്ടെത്തിയത്? Pharisees studied for years and they never found him. പരീശന്മാർ വർഷങ്ങളായിട്ട് പഠിച്ചു, എന്നാൽ അവനെ ഒരിക്കലും കണ്ടില്ല. Jesus said, shepherd, come, you're working hard, right? യേശു പറഞ്ഞു, ആട്ടിടയന്മാരെ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണല്ലോ, വരിക. Come, I'll show you Christ. He's hiding over here. വരൂ, ഞാൻ ക്രിസ്തുവിനെ കാണിക്കാം, അവൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. Dear church family, Christ is hidden. പ്രിയ സഭാ കുടുംബമേ, ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്. Colossians chapter 3. കൊലോസ്യർ 3-ാം അധ്യായം verse 3. 3-ാം വാക്യം. For you have died and your life is hidden with Christ. Christ is also hidden. Your life is hidden with Christ in God. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തു മറഞ്ഞിരിക്കുന്നു, നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. And so every situation in which you died to yourself with Christ, നിങ്ങൾ ഓരോ പ്രാവശ്യവും ക്രിസ്തുവിനോടുകൂടെ നിങ്ങളുടെ സ്വയത്തിന് മരിക്കുന്ന സാഹചര്യത്തിലെല്ലാം you find Christ hidden away somewhere. ക്രിസ്തു ഒരിടത്ത് മറഞ്ഞിരിക്കുന്നതായി നിങ്ങൾ കാണും. And you go there and you're with him. നിങ്ങൾ അവിടെ പോയി ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. Whenever you're at work next week, maybe or when you go back to work, നിങ്ങൾ അടുത്ത ആഴ്ചയിൽ ജോലിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ and you go back to work, picture yourself like the shepherds going to work. നിങ്ങളെ ഈ ആട്ടിടയന്മാർ ജോലിക്ക് പോകുന്നതുമായിട്ട് താരതമ്യം ചെയ്യുക. And say, Lord, this is the same job I've had. It's not very exciting. പറയുക, കർത്താവേ, ഇത് എനിക്കുള്ള അതേ ജോലി തന്നെയാണ്, അത് അത്ര താല്പര്യമുള്ളതല്ല. But while I'm doing this work, I want to see Jesus. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്? Lead me to the stall where Jesus is. എനിക്ക് യേശുവിനെ കാണണം, ആ യേശു ഉള്ള ആ തൊഴുത്തിലേക്ക് എന്നെ ആനയിക്കണമേ. Somewhere in me, in my inner being, show me Christ. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കാണിച്ചു തരണമേ. Open my eyes to see Jesus. എൻ്റെ കണ്ണുകളെ കർത്താവിനെ കാണുവാൻ കണ്ണു തുറക്കണമേ. And like I said, there very well, I believe, will be sisters and simple brothers who found Christ. ഞാൻ പറഞ്ഞതുപോലെ സഹോദരിമാരും വളരെ സാധാരണമായിട്ടുള്ള സഹോദരന്മാരും ക്രിസ്തുവിനെ കണ്ടെത്തുമെന്ന്. And other preachers who missed him. മറ്റു പ്രസംഗകർ അവനെ വിട്ടുപോയേക്കാം. We read about the wise men who came. They found Christ. ജ്ഞാനികളായിട്ടുള്ളവർ യേശുവിനെ കണ്ടെത്തി. So you don't have to be a shepherd only. ഒരു ആട്ടിടയൻ മാത്രമായിരിക്കേണ്ടതും ഇല്ല. If you have a good job, okay, that's okay. നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത്, but you must be willing to obey. എന്നാൽ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണം. And when the star led them, when God led them through the star, they obeyed. ആ നക്ഷത്രം അവരെ നയിച്ചപ്പോൾ അവർ അതിനെ അനുസരിച്ചു. And then after a while they thought, okay,
we've got to Israel, we know where the king is. He's in Jerusalem, that's the capital. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവർ ചിന്തിച്ചു, ശരി, യെരുശലേമിൽ എത്തി, ഞങ്ങൾക്കറിയാം ഇനി രാജാവ് എവിടെയാണെന്ന്, അത് അതിന്റെ തലസ്ഥാനത്താണുള്ളത്. They followed the star from the east up to Israel. കിഴക്ക് നിന്ന് ഇസ്രായേൽ വരെ അവർ നക്ഷത്രത്തെ അനുഗമിച്ചു. And then they said, okay, now God, we got it. We know where to go. അതിനുശേഷം അവർ ചിന്തിച്ചു, ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് എവിടെയാണെന്ന് പോകാൻ അറിയാം. Some people like that. അങ്ങനെയും ചില ആളുകളുണ്ട്. They follow Christ in obedience for some time. അവർ ചില നാളുകളിലേക്ക് ക്രിസ്തുവിനെ അനുസരണത്തിൽ പിൻപറ്റും. After a while they say, okay, now I got it. അതിനുശേഷം പറയും, ശരി, ഇപ്പോൾ എനിക്കറിയാം. I'll tell you one area where I see a lot of people falling away. ഒരു മേഖല, ധാരാളം ആളുകൾ തെറ്റിപ്പോകുന്ന ഒരു മേഖല ഞാൻ പറയാം. From the very beginning we have preached that the way of the way to build the church is through the way of submission and going down. നാം ആദ്യം മുതലേ പ്രസംഗിച്ച കാര്യം ക്രിസ്തുവിന്റെ വഴി കീഴടങ്ങലിന്റെ വഴിയാണ്, താഴേക്ക് പോകുന്ന വഴിയാണ്. The way of humbling ourselves. നമ്മളെ തന്നെ താഴ്ത്തുന്ന വഴി. And many have been drawn to that because there's life that comes from that. പലരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, കാരണം അതിൽ നിന്നും ഒരു ജീവൻ പുറത്തേക്ക് വരുന്നുണ്ട്. And many, I've observed over the years, many people who come hungry for the truth. ഞാൻ ചില വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ച കാര്യം, സത്യത്തിനു വേണ്ടി വിശന്നുകൊണ്ട് വന്നിരുന്ന പല ആളുകളും, and they receive the truth and it starts to go well with them. അവര് ആ സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത്, after some time they think, well, no, I'm a good brother now, I'm a senior brother. ചില നാളുകൾക്ക് ശേഷം അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇപ്പോൾ ഞാൻ നല്ലൊരു മുതിർന്ന സഹോദരനാണ്. Some of them become elders. ചിലർ അവർ മൂപ്പന്മാരായി തീരുന്നു. And they're respected people in the church. അവര് സഭയിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകളായി തീരുന്നു. And they start to think there's something. അവര് ആരൊക്കെയോ ആയി തീർന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങും. They stop following Jesus in the way of constantly going down. തുടർച്ചയായിട്ട് താഴേക്ക് പോകുന്ന യേശുവിനെ അവർ പിൻപറ്റുന്നത് നിർത്തുന്നു. They miss it. അവര് വിട്ടുപോകും. Almost happened to the wise men. അത് ആ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് അത് സംഭവിക്കാൻ തുടങ്ങി. So they stopped following the star and went to the palace. അവര് ആ നക്ഷത്രത്തെ പിൻപറ്റുന്നത് നിർത്തി അവര് കൊട്ടാരത്തിലേക്ക് പോയി. And when they were in the palace, the Herod said, I don't know anything about new king. അവിടെ കൊട്ടാരത്തിൽ ഹേരോദാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല. And then he said, he tried to trick them. അതിനുശേഷം അവൻ അവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. He said, tell me where it is so I can come and worship him also. അതെവിടെയാണെന്ന് എന്നോടും പറയുക, ഞാനും അവനെ വന്ന് നമസ്കരിക്കേണ്ടതിന് എന്ന് അവരോട് പറഞ്ഞു. He just wanted to kill this baby. ഈ ശിശുവിനെ കൊല്ലുവാനാണ് അവൻ യഥാർത്ഥത്തിൽ. These wise men thought, sure, yeah, let's bring Herod along, bring the politicians along in the church also. അപ്പോൾ ഈ ജ്ഞാനികളായിട്ടുള്ളവർ ചിന്തിച്ചു, ശരി, നമുക്ക് രാജാവിനെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ സഭയിലേക്ക് കൊണ്ടുവരാം. And that night they went to sleep. ആ രാത്രിയിൽ അവർ ഉറങ്ങാൻ പോയി. God loved these wise men so much that he spoke to them in a dream. ഈ മൂന്ന് ജ്ഞാനികളെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു, അവൻ അവരോട് ഒരു സ്വപ്നത്തിൽ സംസാരിച്ചു. He said, don't go that way, escape. അവരോട് പറഞ്ഞു, ആ വഴിയിൽ പോകരുത്, നിങ്ങൾ രക്ഷപ്പെട്ടു പോവുക. Return to the way of obeying me, follow the star. എന്നെ അനുസരിക്കുന്ന ആ വഴിയിലേക്ക് മടങ്ങി വരിക, നക്ഷത്രത്തെ അനുഗമിക്കുക. Return to the way of obedience and humility and submission. ആ അനുസരണത്തിലേക്കും താഴ്മയിലേക്കും കീഴടങ്ങളിലേക്കും മടങ്ങി വരിക. Thank God, at least they listened then. അപ്പോഴെങ്കിലും അവർ കർത്താവിനെ ശ്രദ്ധിച്ചതിൽ നന്ദി. And they found Jesus. അവർ യേശുവിനെ കണ്ടെത്തി. Otherwise, if they had ignored the dream, they would have gotten stuck. They would have been led somewhere else. അവര് ആ സ്വപ്നത്തെ അവഗണിച്ചിരുന്നുവെങ്കിൽ അവര് വഴിതെറ്റിപ്പോയി എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് പോയി. They may have found some other baby and said, yeah, this is the Christ, another Jesus. അവര് വേറൊരു ശിശുവിനെ കണ്ട്, ഇതാണ് ക്രിസ്തു, മറ്റൊരു ക്രിസ്തു. You read about in Luke 2. നാം ലൂക്കോസ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, verse 35. 35-ാം വാക്യം. 33. 33-ാം വാക്യം. Actually 25. Let's go back. യഥാർത്ഥത്തിൽ 25-ാം വാക്യം. There was a man in Jerusalem whose name was Simeon, and this man was righteous and devout, looking for the consolation of Israel, and the Holy Spirit was upon him. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു.
ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്നവനുമായിരുന്നു, പരിശുദ്ധാത്മാവും അവന്റെ മേൽ So ഉണ്ടായിരുന്നു. here was a godly man. He's not one of those scribes and Pharisees. He's just coming to the temple and praying and devout, it says. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെ ആയിരുന്നില്ല. അവൻ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും വളരെ ഭക്തിയോടെയുള്ള വ്യക്തിയായിരുന്നു. 26, and it had been revealed to him by the Holy Spirit that he would not see death before he had seen the Lord's Christ. 26-ാം വാക്യത്തിൽ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ അവൻ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. And he came in the Spirit into the temple. അവൻ ആത്മാവിൽ ദേവാലയത്തിലേക്ക് വന്നു. I want you to get a picture of what's going on in the temple. ആ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിത്രം All നൽകുന്നു. kinds of people doing sacrifices. പല തരത്തിലുള്ള ആളുകൾ യാഗങ്ങൾ The കഴിച്ചുകൊണ്ടിരുന്നു. Levites are doing some activity. ലേവ്യർ ചില പ്രവർത്തനങ്ങൾ The ചെയ്തു. priests are doing something else. പുരോഹിതന്മാർ മറ്റു The ചിലത് ചെയ്തു. scribes are studying the Bible. ശാസ്ത്രിമാർ ബൈബിൾ പഠിച്ചു. Somebody's preaching in the synagogue. സിനഗോഗിൽ ആരൊക്കെ All this പ്രസംഗിക്കുന്നു. is going on. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്നു. Old Simeon comes in the Spirit. പ്രായമായ ശിമയോൻ ആത്മാവിൽ അവിടെ വന്നു. I want to encourage you, brothers, sisters, the next time you come into a church meeting, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു സഭ മീറ്റിംഗിൽ വരുമ്പോൾ before you just casually walk in the door and where am I going to sit, who am I going to sit next to, വെറുതെ വാതിലൂടെ അകത്ത് വന്ന് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന്, ആരെയാണ് ഞാൻ കാണേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ്, before you walk in the door, come in the Spirit. നിങ്ങൾ ആ വാതിലൂടെ അകത്ത് വരുന്നതിന് മുമ്പ് Say, Lord, ആത്മാവിൽ, I'm not here just to listen to some good music and hear some good preaching and see my friends. കർത്താവെ, ഞാനിവിടെ വരുന്നത് നല്ല ചില പാട്ടുകൾ കേൾക്കുന്നതിനോ ചില നല്ല പ്രസംഗം കേൾക്കുന്നതിനോ എൻ്റെ സുഹൃത്തുക്കളെ I കാണുന്നതിനോ want അല്ല to വരുന്നത്. see you. എനിക്ക് അങ്ങയെ So കാണണം. fill me with your Holy Spirit before I even walk in the door. ഈ വാതിലിലൂടെ ഞാൻ അകത്ത് വരുന്നതിന് മുമ്പേ തന്നെ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. He came in the Spirit into the church meeting. അവൻ ആത്മാവിൽ ആ സഭയിലേക്ക് വന്നു. Think about what a great testimony to have. ഇതിനെ കുറിച്ച് ചിന്തിക്കുക, എത്ര വലിയ സാക്ഷ്യമാണ് അത്. She came in the Spirit into the temple. Could be a sister, why not? അവൾ ആത്മാവിൽ വന്നു. അതൊരു സഹോദരിയും ആയിരിക്കാമല്ലോ. A little child, she came in the Spirit into the church meeting. ഒരു ചെറിയ കുട്ടി, അവൾ ആത്മാവിൽ ആ സഭായോഗത്തിലേക്ക് കടന്നു വന്നു. And they gave, it says the parents brought the child Jesus according to the custom, verse 27. 27-ാം വാക്യത്തിൽ അവിടെ ശിശുവായിരിക്കുന്ന യേശുവിനെ ചട്ടപ്രകാരം മാതാപിതാക്കൾ കൊണ്ടുവന്നു. I mean, many parents bring children to be prayed, to be dedicated. ധാരാളം മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരും അവിടെ പ്രതിഷ്ഠിക്കുവാൻ. And here was Simeon praying in the Spirit. ഇവിടെ ശിമയോൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. Because he's saying, Lord, you said you would show me the Christ. Show me the Christ. പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എന്നെ ക്രിസ്തുവിനെ കാണിച്ചു തരുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ, എന്നെ കാണിച്ചു തരണമേ. I don't care what other people think about me or who respects me or what my ministry is. I want to see Christ. മറ്റുള്ളവർ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നോ ആരെന്നെ ബഹുമാനിക്കുന്നതെന്നോ ഒന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ക്രിസ്തുവിനെ കാണണം. Let all the others chase being the senior elder and this ministry and singing all that. I want to see Christ. മറ്റുള്ളവർ സീനിയർ എൽഡറിനോ ശുശ്രൂഷയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, എന്നാൽ എനിക്ക് ക്രിസ്തുവിനെ കാണണം. And the Spirit says, there, that little baby, you see that poor man and woman and little baby, that's the Christ. അവിടെ ആത്മാവ് പറയുന്നു, അവിടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ്റെ ഭാര്യയും ഒരു ചെറിയ കുഞ്ഞും, അതാണ് ക്രിസ്തു. Takes the child and blesses him. അവൻ ആ കുഞ്ഞിനെ എടുത്ത് അനുഗ്രഹിക്കുന്നു. And verse 33, 33-ാം വാക്യം, Joseph and Mary were shocked. യോസേഫും മറിയയും അവർ They were amazed at the things which were being said about him. യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു. Amazed that this stranger man over there is praying, comes over and says, blesses this child, this is the Christ. ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി വന്ന് ഇതാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു. അത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. God gives him a prophetic word about Jesus. ദൈവം അവന് യേശുവിനെ കുറിച്ചൊരു പ്രവചനമായിട്ടുള്ള Verse 36, there was a prophetess Anna, the daughter of Phanuel of the tribe of Asher. She was advanced in years and had lived with her husband 7 years after her marriage.
36 വാക്യത്തിൽ അശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് 7 സംവത്സരം കഴിച്ചു. And verse 37, then as a widow to the age of 84. 37 വാക്യം, അതിനുശേഷം 84 സംവത്സരം വിധവയായും. She never left the temple, serving night and day with fastings and prayer. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു So പോന്നു. here was a young lady, maybe 16 years old. ഇവിടെ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള 16, 17 years old, let's 16-17 say. വയസ്സ്. She's married for 7 years. അവര് 7 വർഷം വിവാഹം കഴിച്ചിരുന്നു. Then her husband dies. അതിനുശേഷം അവളുടെ ഭർത്താവ് മരിച്ചുപോയി. Okay, maybe she's 24 years old. ഒരുപക്ഷെ അവൾ 24 What വയസ്സുണ്ടായിരിക്കും. would most 24-year-old young women who are widowed think to do? 24 വയസ്സുള്ള വിധവയായി തീർന്ന പെൺകുട്ടികൾ എന്താണ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്? Of course they say, let me get remarried again. My husband died. I'll find another man whom God wants for me. തീർച്ചയായും എനിക്ക് വീണ്ടും വിവാഹം കഴിക്കണം, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് വീണ്ടും വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കും. Yeah, nothing wrong with that. അതിൽ തെറ്റൊന്നുമില്ല. But this woman was different. എന്നാൽ ഈ സ്ത്രീ There was വ്യത്യാസമുള്ള something she wanted more than marriage. വിവാഹത്തെക്കാൾ അധികമായിട്ട് അവൾക്ക് She ആവശ്യമായിരുന്നു. wanted to see the Christ. അവൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. Dear young people, is there something you want more than marriage? പ്രിയ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിവാഹത്തെക്കാൾ അധികമായിട്ട് എന്തെങ്കിലും I ആവശ്യമാണ്? hope all of you find good marriage partners, dear young sisters and young brothers. നിങ്ങൾക്ക് നല്ല വിവാഹ പങ്കാളികളെ ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രിയ But I hope for something more than that. എന്നാൽ അതിനേക്കാൾ അധികമായിട്ട് ഒരു കാര്യം That you will find നിങ്ങൾ the Christ first. നിങ്ങൾ ക്രിസ്തുവിനെ ആദ്യം You will കണ്ടെത്തും. know the true Jesus. നിങ്ങൾ യഥാർത്ഥ യേശുവിനെ And you കണ്ടെത്തും. will want to see him more than even getting married. വിവാഹം കഴിക്കുന്നതിനേക്കാൾ അവനെ കാണുന്നത് ആഗ്രഹിക്കുമെന്ന്. And then God will lead you to your partner who also wants the same thing. അപ്പോൾ ദൈവം നിങ്ങളുടെ പങ്കാളിയിലേക്ക് അതേ കാര്യം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പങ്കാളിയിലേക്ക് നിങ്ങളെ നയിക്കും. Keep your eye fixed on obeying Jesus in everything he shows you. യേശു നിങ്ങളെ കാണിക്കുന്ന ഓരോ കാര്യം അനുസരിക്കുന്നതിലേക്ക് നിങ്ങളെ കണ്ണുകളെ വെച്ചുകൊണ്ടിരിക്കുക. Obey your daddy and mommy at home. നിങ്ങളുടെ മാതാപിതാക്കളെ വീട്ടിൽ അനുസരിക്കുക. You know what's happening when you obey your daddy and mommy at home? നിങ്ങളുടെ ഡാഡിയെയും മമ്മിയെയും വീട്ടിൽ അനുസരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? You're obeying നിങ്ങൾ അനുസരിക്കുകയാണ് as unto the Lord, അത് കർത്താവിനെന്ന പോലെയാണ്. and he'll show you Jesus. അവൻ യേശുവിനെ നിങ്ങളെ കാണിച്ചു തരും. 10, 12, 14, 15, 16 years old, obeying daddy, mommy, obeying daddy and mommy. 10, 12, 14, 16 അങ്ങനെ വയസ്സുള്ള മമ്മിയും ഡാഡിയും അനുസരിച്ചുകൊണ്ട്. Even if you don't understand why they're making the decisions, you just obey and submit to them, honor your father and mother. അവര് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവരോട് കീഴടങ്ങി അവരെ അനുസരിച്ച് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുക. You see the importance of obeying your parents. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ കാണുക. In that obedience you'll see Jesus. ആ അനുസരണത്തിൽ നിങ്ങൾ യേശുവിനെ കാണും. You don't have to be gifted. നിങ്ങൾക്ക് വരപ്രാപ്തരായിരിക്കേണ്ടതില്ല. You don't have to be handsome or beautiful or anything like that. നിങ്ങൾ കാണുവാൻ വളരെ മനോഹരരായിട്ടുള്ളവരായിരിക്കണമില്ല. All the beauty and the good looks of this earth will disappear when Jesus comes. ഈ ലോകത്തിലെ സൗന്ദര്യവും കാണുവാൻ ഭംഗിയുള്ളതെല്ലാം യേശു വരുമ്പോൾ അത് മറഞ്ഞു പോകും. There's only one thing that will remain. ഒരു കാര്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. Did you obey? നിങ്ങൾ അനുസരിച്ചു. Did you do the will of the Father? പിതാവിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തുവോ? In your obeying your parents, Jesus will show himself to you. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ യേശു നിങ്ങളെ കാണിച്ചു തരും. Anyway, this woman for 60 years she lived just coming to the temple. ഈ സ്ത്രീ 60 വർഷം ദേവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു. And at that moment she came up, verse 38, and began giving thanks to God and continued to speak of him to all those who are looking for the redemption of Jerusalem. 38 വാക്യത്തിൽ ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. Let me close with this verse where we started, 2 Corinthians chapter 11. ഈ നാം തുടങ്ങിയ ഈ വാക്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 11 അധ്യായം. We saw verse 4 that there are other Jesuses. നാം 4 വാക്യത്തിൽ കണ്ടു മറ്റ് യേശുമാർ ഉണ്ടായിരുന്നു എന്ന്. You see in verse 13, such men are false apostles, deceitful workers, disguising themselves as apostles of Christ.
13-ാം വാക്യത്തിൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. And in some cases there are some preachers, angels of light, who are Satan himself, has disguised himself as an angel of light. ചില സമയങ്ങളിൽ അവിടെ 14-ാം വാക്യത്തിൽ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. Verse 14. 14-ാം വാക്യം. And verse 15, therefore it is not surprising if his servants also disguise themselves as servants of righteousness, whose end will be according to their deeds. അതിനുശേഷം 15-ാം വാക്യം, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുള്ള ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. So I see false, 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 deception, deception, false, deception, false, everything is false, and one Jesus. ഞാൻ കാണുന്നത് വഞ്ചന, വ്യാജം, വഞ്ചന, വ്യാജം, എല്ലായിടത്തും വഞ്ചനയും വ്യാജവും ഒക്കെയാണ്, എന്നാൽ ഒരു യേശു അവിടെയുണ്ട്. Imagine if I told you there's millions of stones out there, one of them is a ruby, a pearl. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുക, ദശലക്ഷക്കണക്കിന് കല്ലുകൾ അവിടെയുണ്ട്, എന്നാൽ ഒരു റൂബി, ഒരു രത്നം അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുക. What hope do we have of finding if there's only one? ഒരെണ്ണമേ ഉള്ളെങ്കിൽ അത് കണ്ടെത്തുന്നതിന് എത്രമാത്രം സാധ്യതയുണ്ട്, പ്രത്യാശയുണ്ട്. Millions, millions and millions, millions of what's not precious. വിലപിടിപ്പുള്ളതല്ലാത്ത കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കല്ലുകൾ ഉണ്ട്. Dear church family, there is only one Jesus. പ്രിയ സഭാ കുടുംബമേ, ഒരു യേശുവേ ഉള്ളൂ. It's a very narrow way, only few will find him. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്, വളരെ ചുരുക്കം പേര് മാത്രമേ അവനെ കണ്ടെത്തുകയുള്ളൂ. What hope do we have? നമുക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? Let's read verse 3. 3-ാം വാക്യം നമുക്ക് വായിക്കാം. I am afraid that as the serpent deceived Eve by his craftiness, your minds will be led astray. And here is the answer: from the simplicity and purity of devotion to Christ. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഇവിടെയാണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Let's read verse 2 also. I am jealous for you with a godly jealousy, because I betrothed you to one husband, so that to Christ I might present you as a pure virgin. 2-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. Preserve that simple pure devotion to Christ, dear brothers, sisters and children. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും ഉള്ള ആ ഭക്തി കാത്തു സൂക്ഷിക്കുക പ്രിയ സഹോദരന്മാരെ. That very simply means anything God shows you, obey him immediately. അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്ത് കർത്താവ് നിങ്ങളെ കാണിച്ചാലും അത് അപ്പോൾ തന്നെ അനുസരിക്കുക. Don't be distracted by all the other things. മറ്റ് കാര്യങ്ങളാൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കട്ടെ. Obey him, obey him, obey him. അവനെ അനുസരിക്കുക, അവനെ അനുസരിക്കുക, അനുസരിക്കുക. Doesn't matter if people misunderstand you or they don't recognize who you are and you're not respected, you're obeying him. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുവോ, നിങ്ങളെ അവർ മനസ്സിലാക്കാതിരിക്കുന്നുവോ, നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുന്നുവോ ഒന്നും പ്രശ്നമല്ല. You may not even realize it, but you are seeing Jesus. നിങ്ങൾ യേശുവിനെ കണ്ടെത്തുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയില്ലായിരിക്കാം. One day when the real Jesus comes, you will know, that's him. എന്നാൽ യഥാർത്ഥ യേശു ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ കാണും അതാണ് യേശു എന്ന്. That picture that the Holy Spirit was drawing of who Jesus is will match the real Jesus. പരിശുദ്ധാത്മാവ് വരച്ചുകൊണ്ടിരുന്ന ആ ചിത്രം, യഥാർത്ഥ യേശുവിന്റെ ചിത്രം, അതും വന്ന് യേശുവുമായിട്ട് അത് ചേരും. See, I picture it like this: it's a jigsaw puzzle. ഇതൊരു ജിക്സോ പസിൽ പോലെ ചിത്രീകരിക്കും. Every act of obedience, one more piece in the puzzle. ഓരോ അനുസരണത്തിന്റെ ഓരോ പ്രവൃത്തിയും ആ പസിലിലെ ഒരു പീസാണ്. One more piece, one more piece. ഓരോരോ കഷ്ണങ്ങൾ. When I'm doing the puzzle, I cannot see the full picture. ആ പസിൽ ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ മുഴുവൻ ചിത്രവും എനിക്ക് അറിയാൻ കഴിയില്ല. Nowadays when you do the jigsaw puzzle, they show you the picture and you just put the piece where. ഇപ്പോൾ അവർ ജിക്സോ പസിൽ അതിന്റെ യഥാർത്ഥ ചിത്രം കാണിച്ചു തരും, അതുപോലെ വെച്ചാൽ മതി. And the Holy Spirit knows what Jesus looks like. പരിശുദ്ധാത്മാവിനെ യേശു എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയാൻ. So as I obey him, ഞാൻ അവനെ അനുസരിക്കുന്നത്, he takes that one piece and puts it here. അവൻ ആ ഒരു കഷ്ണം എടുത്ത് ഇവിടെ വെക്കുന്നു. വെക്കുന്നു. The next piece, I obey him again. He puts it here. അടുത്ത കഷ്ണം ഞാൻ അവനെ അനുസരിക്കുന്നു, ഇവിടെ Little വെക്കുന്നു. by little the puzzle is being filled out. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആ പസിൽ വലുതായി വരുന്നു. And when I finish the race, the picture is complete. ഞാൻ ഓട്ടം തികയ്ക്കുമ്പോൾ ആ ചിത്രം പൂർണ്ണമായി തീരുന്നു. And I see here, oh, that's Jesus in me. ഞാൻ ഇവിടെ നോക്കുന്നു, ഓ ഇത് യേശു എന്നിൽ. If Jesus has not been formed in you, you will not recognize him when he comes. യേശു നിങ്ങൾ
നിങ്ങളിൽ ഉരുവായില്ലെങ്കിൽ അവൻ വരുമ്പോൾ അവനെ തിരിച്ചറിയുകയില്ല. Amen.